ഹായ് നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി. ഈ റോഡിൻ്റെ കുഴിയിലൊക്കെ വീണ് നമുക്ക് എന്തെങ്കിലും അപകടമൊക്കെ സംഭവിക്കുന്നു, നല്ല രീതിയിൽ പരിക്കുകളൊക്കെ ഉണ്ടായി, അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾക്കും നല്ല രീതിയിൽ കേടുപാടുകളും ഡാമേജസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരം ചോദിക്കുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടല്ലോ. എറണാകുളത്ത് കലൂരിൽ അതിനായി തന്നെ ഒരു കോടതി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഇഷ്യൂ നമുക്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ റോഡിലെ കുഴിയിലൊക്കെ വീണതിനൊക്കെ പരിക്കൊക്കെ പറ്റുന്ന പോലെ വാഹനം ഡാമേജ് ആവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ഹർജി ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ത്രൂ അഡ്വക്കേറ്റ് വഴിയും ഹർജി ഫയൽ ചെയ്യാം. ഇത്തരത്തിലൊക്കെ നമ്മൾ ഹർജി ഫയൽ ചെയ്യുന്ന സമയത്ത് എതിർകക്ഷിയായി ചേർക്കേണ്ടത് PWDയുടെ എഞ്ചിനീയറിനെ ആണ്. ഇത്തരത്തിലൊക്കെ ഹർജി ഫയൽ ചെയ്യുന്നതിന് കോർട്ട് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എറണാകുളത്ത് മറൈൻ ഡ്രൈവിലുള്ള ഡിസ്ട്രിക്ട് കോർട്ട് കോംപ്ലക്സിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണലിൻ്റെ ഓഫീസ് മുമ്പാകെയാണ് നമ്മൾ ഇത്തരത്തിൽ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത്. പിന്നീട് ഒരു കാര്യം, നമ്മൾ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കണം. ഇത്തരത്തിൽ ഹർജിയൊക്കെ ഫയൽ ചെയ്യുമ്പോൾ അതിന് വേണ്ട എവിഡൻസ് വേണം. ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് വെക്കണം. റോഡിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്, കുഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്, നമുക്ക് പരിക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ്, അതിൻ്റെ ഓഡ് സർട്ടിഫിക്കറ്റും അതിൻ്റെ മെഡിക്കൽ ബിൽസും എല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണം. വാഹനത്തിന് ഡാമേജ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്, അപ്പോൾ കംപ്ലീറ്റ് എവിഡൻസ് എല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ആണ് ഈ ഹർജി ഫയൽ ചെയ്യേണ്ടത്.